ഹുദക്കെതിരെ, ഹാദിയക്കെതിരെ വളരെ ബോധപൂർവമായ ഞങ്ങളുടെ ഉസ്താദിനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നു. ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്കിതൊക്കെ സഹിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് ചേർന്ന് നിന്നവർ, ഞങ്ങൾക്ക് സഹായം നൽകേണ്ടവർ, ഈ സ്തംഭന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒന്നിച്ചുകൊണ്ട് വിപുലപ്പെടുത്തി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ച എന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടവർ അവർ തന്നെയാണ്. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് പാരവെക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ അവസാനം ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടന SYSന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി, ആളുകൾ അവരെ ഷജറകൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഛിദ്രശക്തികൾ, അഭിനവ വിഘടിതർ, അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസി 200-ലധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ദാറുൽ ഹുദയെക്കുറിച്ച്, ഹാദിയെക്കുറിച്ച് അർദ്ധസത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മുന്നിലൊരു നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങളെ കൊടുത്ത് എഴുതി കൊടുത്തു. ഇത് സതുദ്ദേശത്തോടെയാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയോടെ നിങ്ങൾ ചോദിക്കണം. ഇത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. മനുഷ്യരാണെന്ന് നമ്മളൊക്കെ, എല്ലാവർക്കും ഒരു അഭിപ്രായമാവില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരാളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഞാനത് അയാളെ തിരുത്താൻ ശ്രമിക്കണം. അയാൾ തീർക്കാൻ ശ്രമിക്കണില്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ പരാമർശങ്ങൾ ഞങ്ങളെക്കുറിച്ച് നടത്തി 200 പേജിലധികം, ഞാനതിൻ്റെ പേജിൻ്റെ കണക്കിൻ്റെ കൃത്യം 200 പേജിലേറെ ഉണ്ടാകുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് പറയാം. ചിലർ പറഞ്ഞു 300 പേജുണ്ട്, 400 പേജുണ്ട്. കാരണം ഇത് അത്രമേൽ കെട്ടുകണക്കിന് ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചെറിയ വിഷയങ്ങളാ. അല്പത്തരം എന്നല്ലാതെ എന്താ പറയുക, അല്പത്തരം. എന്നിട്ട് അത് എഴുതി കൊടുത്തു. എന്തായിരുന്നു ഫലം? ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഓരോ വിഷയങ്ങളും ചോദിച്ചു. സമസ്തയുടെ സമുന്നതനായ നേതാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് അവർ അവസാനം പറഞ്ഞു, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. തള്ളി എന്ന് പറയുന്നത് ഞാനല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതനായ നേതാവ്. അദ്ദേഹം സുപ്രഭാതത്തിൽ ലേഖനം എഴുതി, വേറൊരു വിഷയ സംബന്ധമായിട്ട് ഉണ്ടായപ്പോൾ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഉദവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്ന അടിസ്ഥാന